വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അഗെയിൻ എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്തോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ നമ്പർ 1 ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ആണ്, അറിയാലോ. ചാപ്റ്റർ നമ്പർ 1 ടീച്ചർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചാപ്റ്റർ നമ്പർ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ടീച്ചർ അതിന്റെ എക്സസൈസ് ഡിസ്കസ് ചെയ്യാം. കേട്ടല്ലോ എല്ലാരും? Yes, chapter number 2, Windows 10. Okay, using how we can use Windows 10. നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള Windows 10 നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വീട്ടില് സിസ്റ്റം ഉള്ളവര്, ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉള്ളവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇല്ലാത്തവര് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലല്ലോ അല്ലെ? അപ്പൊ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പം ചാപ്റ്റർ വിൻഡോസ് 10 നമ്മൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക? യെസ്, ചാപ്റ്റർ നമ്പർ 2, വിൻഡോസ് 10. വിൻഡോസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതുണ്ടെങ്കിൽ ഏത് കമ്പ്യൂട്ടറും നിങ്ങളുടെ വർക്ക് ചെയ്യത്തുള്ളൂ. കമ്പ്യൂട്ടർ മാത്രമല്ല, നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈല് അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ്ലറ്റ് ഏതും ആയിക്കോട്ടെ, അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സിസ്റ്റം അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് 1 ആണ്. 1985 മൈക്രോസോഫ്റ്റ് കമ്പനി വിൻഡോസ് 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് വിൻഡോസ് 10 ഉണ്ട്, വിൻഡോസ് 12 ഉണ്ട്. അപ്പൊ ഓരോരോ വേർഷൻ വരുമ്പോ അതിനകത്ത് ഓരോരോ ഫീച്ചറുകൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് ഇങ്ങനെ വരും. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡോസ് 10 പറ്റിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താന്നാ പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് വേണം. എ കമ്പ്യൂട്ടർ നീഡ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു വർക്ക്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 12 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ഇനേബിൾസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. നമ്മളാണ് യൂസർ, നമ്മളാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. നമ്മളും കമ്പ്യൂട്ടറും വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ വിൻഡോസ് 10 ആണ്. ഓക്കെ, നമ്മൾ പറയാണ് നമ്മൾക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ മൂവി പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി തരികയാണ്. ആരാണ് മനസ്സിലാക്കി തരുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻഡോസ് 10 ആണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ക്ലിയർ? പിന്നെ ഇറ്റ് മാനേജസ് ആൻഡ് കൺട്രോൾസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇതൊക്കെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഹാർഡ്വെയർ അല്ല, ഈ വർഷം ഞാൻ പഠിപ്പിച്ചത്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആണ് പഠിച്ചത്. ഓർക്കുന്നില്ലേ? വാട്ട് ഈസ് ഹാർഡ്വെയർ, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ അല്ലേ? സോ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് മാനേജസ് ആൻഡ് കൺട്രോൾസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സോ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഉബുണ്ടു, വിൻഡോസ്, മാക്കോസ് എന്നൊക്കെ പറഞ്ഞ് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. എല്ലാവരും കേട്ടിട്ടുണ്ട് വിൻഡോസ്, വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 12. ഓക്കെ, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. ഇറ്റ് ഇനേബിൾസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും മാനേജ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, യെസ്. സോ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം allows user to interact with computer through buttons, icons,
or dialog boxes are said to have a graphical user interface or GUI. GUI എന്തൊക്കെയാണ്? നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് കൊടുക്കുന്നു. എന്തൊക്കെ വഴിയാണ് നമ്മൾ കമാൻഡുകൾ കൊടുക്കുന്നത്? കുറെ ലാപ്ടോപ്പ് നമ്മുടെ കീബോർഡിൽ കുറെ ബട്ടൺസ് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റം തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ഫയലുകൾ, ഫോൾഡർ ഉണ്ട്, ഐക്കൺസ് ഉണ്ട്, അല്ലെ? നമ്മൾ തുറക്കുമ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് കാണും. ഇതൊക്കെ വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു മീഡിയം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന പല പല കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ GUI എന്ന് വിളിക്കും. GUI ആണ് നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. എന്തെങ്കിലും ഒരു മീഡിയം വേണ്ട. ഇപ്പൊ നിങ്ങൾ മൊബൈൽ തുറക്കുമ്പോൾ മൊബൈലിനകത്ത് എന്താണ്, നിങ്ങൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ ഐക്കൺസ് പ്രസ് ചെയ്യും, അല്ലെ? നിങ്ങൾ സൂം വഴി നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്തു. നിങ്ങളുടെ മൊബൈലുള്ള സൂം ആപ്പ് ഉണ്ട്. സൂം ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതൊക്കെ എന്താണ്? നിങ്ങളെ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ മൊബൈലുമായിട്ട് സംവദിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ GUI എന്ന് വിളിക്കും. ഈ എന്തൊക്കെയാണ് GUI? ഏതൊക്കെ വഴിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ സംവദിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്? ഫസ്റ്റ് GUI എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ സ്ക്രീനിനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഡെസ്ക്ടോപ്പ് ആണ്. അതിൽ നോക്കിയിട്ടാണ് ഇനി നമ്മൾ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഏത് ആപ്പാണ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സൂം വഴി നിങ്ങളുടെ ക്ലാസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ സൂം ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? നിങ്ങളുടെ മൊബൈലിൽ സൂം ആപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെ? സൂം വഴിയാണ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സൂം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഡെസ്ക്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം, എന്താണ്, സൂം ആപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ ഫസ്റ്റ് GUI എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് ആണ്. It is the first screen that is displayed after switching on the computer. നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് സ്ക്രീൻ ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പ്. ദിസ് ഈസ് മൈ ഡെസ്ക്ടോപ്പ്, അല്ല? ഇതാണ് നമ്മൾ ഒരു സിസ്റ്റം, ടീച്ചറിന്റെ ലാപ്ടോപ്പ് ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ ടീച്ചറിന്റെ കാണുന്ന ഫസ്റ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ടീച്ചറിന്റെ എന്താണ്, ഡെസ്ക്ടോപ്പ്. ഇവിടുന്നാണ് ഞാൻ ഇനി എനിക്ക് എന്താണ് അടുത്തത് ചെയ്യേണ്ടത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് സിസ്റ്റം ഓപ്പൺ ചെയ്തത്, അല്ലെ? ആ പർപ്പസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനകത്ത് പോയിട്ട് ഇനി എന്താണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്, ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് GUI എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസ്ക്ടോപ്പ് ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്ക്രീൻ വെൻ വി സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ. ക്ലിയർ? നെക്സ്റ്റ്, വാൾപേപ്പർ, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ, അല്ലെ? ഒരു ഡെസ്ക്ടോപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എ വാൾപേപ്പർ. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഒന്ന് ഭംഗിയായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വാൾപേപ്പർ എടുത്തിടാം, അല്ലെ? കമ്പ്യൂട്ടറിന് അതൊന്ന് സെലക്ട് ചെയ്യാം. പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാളും നമ്മുടെ കമ്പ്യൂട്ടർ കാണാൻ, നമ്മുടെ ഡെസ്ക്ടോപ്പ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയാവും, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ വാൾപേപ്പർ, ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് സീനൊക്കെ വെച്ചിട്ട് നമ്മൾ മാറ്റാം. അപ്പൊ അതൊരു നമ്മളുടെ GUI ആണ്, കമ്പ്യൂട്ടറിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് GUI എന്താണ്? ഐക്കൺസ്, അല്ലെ? ഓരോരോ പ്രോഗ്രാമിന്റെ ഐക്കൺസ് കാണും. ഞാൻ പറഞ്ഞ മാതിരി സൂമിന്റെ ഒരു ഐക്കൺ കാണും, അല്ലെ? സൂം നിങ്ങൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓപ്പൺ ചെയ്യും. സോ ദീസ് ആർ സ്മോൾ പിക്ചേഴ്സ് ദാറ്റ് യു സീ ഓൺ ദ സ്ക്രീൻ, അല്ലെ? ഞാനിപ്പോ കാണിച്ചു, ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പിൽ കുറെ ഐക്കൺസ് ഉണ്ട്, അല്ലെ? ദീസ് ആർ ഓൾ കോൾഡ് വാട്ട്? ഐക്കൺസ്, അല്ലെ? ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? ഓരോരോ പ്രോഗ്രാമുകൾ, ഓരോരോ ഫയലുകൾ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എന്താണ് പറയുന്നത്? ഇതിനെ ഐക്കൺസ് എന്നാണ് പറയുന്നത്. ഐക്കൺസ് നമ്മളുടെ ഒരു GUI ആണ്. അപ്പം ഏത് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഐക്കണിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, പെയിന്റ്, നമ്മളൊരു പിക്ചർ വരയ്ക്കണം, പെയിന്റിന്റെ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ പെയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഓപ്പൺ ആയി വരും. സോ ഐക്കൺ നമ്മളെ എന്താണ്, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ക്ലിയർ? പിന്നെ വിൻഡോ, നിങ്ങൾക്കറിയാം ഒരു വിൻഡോ. ഇപ്പൊ ടീച്ചർ ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് നോട്ടുകൾ കാണിച്ചു തരുന്നു. ഇതെന്ന് പറഞ്ഞത് ഒരു പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്.
പവർ പോയിന്റിന്റെ ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ വിൻഡോ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏത് പ്രോഗ്രാം ക്ലിക്ക് ചെയ്താലും ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ? അതിനെ നമ്മൾ വിൻഡോ എന്ന് പറയും. വിൻഡോയിൽ പോയിട്ടാണ് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫയല്, ഹോം. ഇപ്പൊ പവർ പോയിന്റിന്റെ വിൻഡോ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ആ പവർ പോയിന്റിലാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് ടീച്ചർ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഇപ്പം ഒരു പുതിയ പേജ് ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ കൊടുക്കണം, അങ്ങനെ കുറെ ബട്ടൺസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. സോ ഒരു വിൻഡോ നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെ വിൻഡോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ബട്ടണുകൾ ഉണ്ടല്ലേ? വിൻഡോ ഇപ്പൊ ടീച്ചർ പറഞ്ഞു, എന്താണ്? മിനിമൈസ് ബട്ടൺ ഉണ്ട്, മാക്സിമൈസ് ബട്ടൺ ഉണ്ട്, ക്ലോസ് ബട്ടൺ ഉണ്ട്. ടീച്ചറിന്റെ വിൻഡോ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കേ. മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, ക്ലോസ് ബട്ടൺ കാണുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ വലത്തുവശത്ത് മേളിലായിട്ട് നോക്കി ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, പോയിന്റർ വെച്ച് കാണിക്കുന്നുണ്ട്. കണ്ടോ? ഇവിടെ മിനിമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു ലൈൻ പോലെയുണ്ട്. മാക്സിമൈസ് ഈ ബട്ടൺ, ക്ലോസ് ഇപ്പൊ ഈ വിൻഡോ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, സോ ഒരു ബട്ടൺസ് നമുക്ക് എന്തൊക്കെയുണ്ട്? വിൻഡോസിന്റെ ബട്ടൺസ് മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, പിന്നെ ഉള്ളതോ ക്ലോസ് ബട്ടൺ. ഓക്കെ, ഇങ്ങനെ 3 വിധത്തിലുള്ള ബട്ടൺസ്, മെയിൻ ബട്ടൺസ്. പിന്നെ കുറെ സബ് ബട്ടൺസ് ഇവിടെ കുറെ എണ്ണം ഉണ്ട്. ഓരോരോ പ്രോഗ്രാമിനും ഓരോരോ ആപ്ലിക്കേഷനും ഓരോ സെറ്റ് ഓഫ് ബട്ടൺസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ടാസ്ക് ബാർ. ടാസ്ക് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന്റെ താഴെയായിട്ട് ഒരു ബാർ ഇങ്ങനെ നീണ്ട് കാണുന്നുണ്ടോ? എല്ലാരും താഴെ നോക്കിക്കേ. ഇവിടെ ഈ ഭാഗം കാണുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ബാർ. ടീച്ചറിന്റെ സിസ്റ്റത്തിൽ കാണുന്ന പോയിന്റർ മാറ്റുന്നുണ്ട്, കാണുന്നുണ്ട് എല്ലാരും ടാസ്ക് ബാർ എന്താണെന്നുള്ളത്? അഞ്ചൽ രാജിന് കാണാൻ പറ്റുന്നോ ടാസ്ക് ബാർ? എവിടെയാണ് ടാസ്ക് ബാർ ഞാൻ കാണിക്കുന്നേ? മൈക്ക് ഓൺ ചെയ്തേക്ക് ചോദിക്കട്ടെ. കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്താ മിണ്ടായിരിക്കുന്നേ? ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ഞാൻ, കണ്ടോ? കാണുന്നുണ്ടോ? ഒരു ലൈൻ വരച്ചത് കണ്ടോ എല്ലാരും? ദിസ് ഈസ് കോൾഡ്. ഇവിടെ കുറെ ഐക്കൺസ് നിങ്ങൾ കാണുന്നുണ്ട്, കുറെ കുഞ്ഞു കുറെ പിക്ചറുകൾ കാണുന്നുണ്ട് അല്ലെ? ഇതെന്ന് പറയുന്നത് നമ്മളുടെ ടാസ്ക് ബാർ എന്ന് പറയും. ഇവിടുന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പോയി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു GUI ആണ്. നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് സംവദിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എന്താണ്? GUI ആണ് ടാസ്ക് ബാർ. സോ ഏതൊക്കെയാണ് നമ്മളുടെ GUI? ഇപ്പൊ നമ്മൾ കണ്ടത് ഡെസ്ക്ടോപ്പ്. ഫസ്റ്റ് വൺ ഈസ് ഡെസ്ക്ടോപ്പ്, സെക്കൻഡ് വൺ ഈസ് വാൾപേപ്പർ, തേർഡ് വൺ ഈസ് ഐക്കൺ, ഫോർത്ത് വൺ ഈസ് വിൻഡോ. വിൻഡോസിനകത്ത് കുറെ ബട്ടൺസ്, പിന്നെയോ ടാസ്ക് ബാർ. ഇത്രയും GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ടീച്ചർ പറഞ്ഞേ? കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? ഉപാധികളാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണപ്പെടുന്ന ഉപാധികളാണ് GUI. GUIs ആണ് നമ്മളിപ്പോ കണ്ടത്. ഡെസ്ക്ടോപ്പ്, പിന്നെ വാൾപേപ്പർ, ഐക്കൺസ്, വിൻഡോസ്, ബട്ടൺസ്, പിന്നെയോ ടാസ്ക് ബാർ. ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ. ഡെസ്ക്ടോപ്പിന്റെ ഏറ്റവും താഴെ കാണുന്ന ഹൊറിസോണ്ടൽ ബാറിനെയാണ് നമ്മള് എന്താണ്? ടാസ്ക് ബാർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്, ടീച്ചർ ഈ നോട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ, അത് നോക്കി നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടാസ്ക് ബാറിനെ പറ്റി. ഡെസ്ക്ടോപ്പിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൗ വി ക്യാൻ അറേഞ്ച് ഐക്കൺസ് ഓൺ ദ ഡെസ്ക്ടോപ്പ്. അതിനു മുമ്പ് വിൻഡോസിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ട്. വിൻഡോസ് ഞാൻ പറഞ്ഞു, ഇത് ഒരു വിൻഡോ, നമ്മൾ ഒരു പ്രോഗ്രാം, നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു വിൻഡോ ആണ്, ഒരു സ്ക്രീൻ ആണ്.
അതിന്റെ വാട്ട് ആർ ദ ഡിഫറെന്റ് കോമ്പനന്റ്സ് ഓഫ് എ വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ലെറ്റ് മീ സീ. ഓക്കെ, റീസൈക്കിൾ ബിൻ എന്നുള്ളത് ഓപ്പൺ. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വന്നു കണ്ടല്ലോ. ഇതാണ് ഒരു വിൻഡോ എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, വേറൊരെണ്ണം ഞാനൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, കണ്ടോ? ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നത് കണ്ടോ? സോ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അതിനൊക്കെ ഓരോ വിൻഡോ ഉണ്ട്. ഓക്കെ, സോ ആ വിൻഡോയുടെ ഡിഫറെന്റ് കോമ്പനന്റ്സ്. ഒരു വിൻഡോയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് പല പല പാർട്ടുകളുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോമ്പനന്റ്സ് ഓഫ് വിൻഡോ? So this is the picture of a window. അതിനൊരു ടൈറ്റിൽ ബാർ കാണും, മെനു ബാർ കാണും, പിന്നെ നമ്മൾ കണ്ട 3 ബട്ടൺ, മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ് ബട്ടൺ. പിന്നെ ഇതെന്ന് പറയുന്നത് വിൻഡോയുടെ ഫ്രെയിം ആണ്. ഓക്കെ, ഇത്രയും ചേർന്നതാണ് നമ്മളുടെ ഒരു വിൻഡോ. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു വിൻഡോ നിങ്ങൾ ഇവിടെ കാണാം അല്ലെ. ദിസ് ഈസ് ദ വിൻഡോ. അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ബാർ, ഇതിന്റെ പേരെന്താണ്? ദിസ് ഈസ് ദ ടൈറ്റിൽ ബാർ. ഇവിടെ നോക്കിക്കേ, ചാപ്റ്റർ 2 PDF കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ക്ലാസ് 3യുടെ ചാപ്റ്റർ 2വിന്റെ പിക്ചർ ആണ് ടീച്ചർ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടൈറ്റിൽ എന്താണ്? ടീച്ചർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ചാപ്റ്റർ 2. ഇതാണ്, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദിസ് ഫയൽ. ക്ലിയർ? പിന്നെ മെനു ബാറിനകത്ത് എന്തൊക്കെയുണ്ട്? മെനു ബാർ എവിടെയാണ്? നോക്കിക്കേ, ഫയൽ, എഡിറ്റ്, വ്യൂ, സൈൻ, വിൻഡോ, ഹെൽപ്പ്. ഇതാണ് നമ്മളുടെ മെനു ബാർ. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഓരോന്നിനും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസുകൾ ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് മെനു ബാർ. പിന്നെ ഈ മൊത്തത്തിൽ കാണുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിൻഡോയുടെ ഫ്രെയിം എന്ന് പറയും. പിന്നെയോ ഇതിനെ മിനിമൈസ് ചെയ്യാൻ, റൈറ്റ് സൈഡിൽ നോക്കിക്കേ, മിനിമൈസ് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്, മാക്സിമൈസ് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്. ഈ വിൻഡോയെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻടു ബട്ടൺ പ്രസ് ചെയ്യുക. സോ ദീസ് ആർ ദ ഡിഫറെന്റ് കോമ്പനന്റ്സ് ഓഫ് എ വിൻഡോ. ഏത് വിൻഡോ ഓപ്പൺ ചെയ്താലും, ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ആ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? ടൈറ്റിൽ ബാർ, മെനു ബാർ, minimize button, maximize button, close button, then window frame. These are the components of a window. Window എന്ന് പറഞ്ഞ എന്താണ്? That is a GUI. Okay, graphical user interface ആണ്. അതിന്റെ ഡിഫറെന്റ് കോമ്പനന്റ്സ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോമ്പനന്റ്സ് ഓഫ് എ വിൻഡോ. ഇപ്പൊ നമ്മൾ കണ്ടു, ഡിഫറെന്റ് GUIs കണ്ടു, ഡെസ്ക്ടോപ്പ്, വാൾപേപ്പർ, ഐക്കൺ, വിൻഡോസ്, ടാസ്ക് ബാർ. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. ഹൗ വി ക്യാൻ അറേഞ്ച് ഐക്കൺസ് ഓൺ ദ ഡെസ്ക്ടോപ്പ്. ഇപ്പൊ നമ്മുടെ ഐക്കൺസ്, ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പ് നോക്കിക്ക്, കുറെ ഐക്കൺസ് ഉണ്ട് അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട, കുറെ ഐക്കൺസ് കിടക്കുകയാണ് ഇങ്ങനെ. വി ക്യാൻ അറേഞ്ച് ദീസ് ഐക്കൺസ്. എങ്ങനെയാണ് നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക? To arrange icons on the desktop, we can follow these steps. Right click a blank area on the desktop. A list of options appears. Select view. Then click the auto arrange option from the sub menu. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? How we can arrange. ഡെസ്ക്ടോപ്പിൽ പോവുക, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ ഒന്നും ഇല്ലാത്ത ഒരു സ്പേസിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇതിന് ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൗസിൽ 2 ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്, റൈറ്റ് ബട്ടൺ ഉണ്ട്.
ഒരു സ്ക്രോൾ വീൽ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റൈറ്റ് ബട്ടൺ കൊണ്ട് ബ്ലാങ്ക് സ്പേസിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യൂ വരും, കുറെ ഓപ്ഷൻസ് വരും. അവിടെ പോയിട്ട് വ്യൂ ഓപ്ഷനകത്ത് പോയിട്ട് ഓട്ടോ അറേഞ്ച് ഐക്കൺ, ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് എല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അറേഞ്ച് ആകും. ക്ലിയർ? നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് ആൽഫബറ്റിക് ഓർഡറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലാങ്ക് സ്പേസിൽ പോയിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് വ്യൂ ഓപ്ഷനിൽ പോയതിനു ശേഷം ഓട്ടോ അറേഞ്ച് ഐക്കൺസ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇതിപ്പോ ടിക്കായിട്ട് കിടക്കുകയാണ്, ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പ് ഓൾറെഡി ഓട്ടോ അറേഞ്ചിൽ കിടക്കുകയാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് എന്ത് സംഭവിക്കും? ആൽഫബറ്റിക് ഓർഡറിൽ ഐക്കൺസ് എല്ലാം അറേഞ്ച് ചെയ്യും. ദിസ് ഈസ് ഹൗ യു ക്യാൻ അറേഞ്ച് ഐക്കൺസ് ഓൺ എ ഡെസ്ക്ടോപ്പ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഏതൊക്കെ ഐക്കൺ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ്, എയിലുള്ളതെല്ലാം ഒരുമിച്ച് കിടക്കും, ബിയിലുള്ളതെല്ലാം ഒരുമിച്ച് കിടക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓട്ടോ അറേഞ്ച് കൊടുക്കുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിലുള്ള ബട്ടൺസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. എന്താ പറഞ്ഞേ? ബ്ലാങ്ക് സ്പേസിൽ പോവുക, റൈറ്റ് ബട്ടൺ കൊടുക്കുക, വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓട്ടോ അറേഞ്ച് ഐക്കൺസ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് എല്ലാം എന്താണ്? ആൽഫബറ്റിക്. ഇപ്പൊ നോക്കിക്കേ, ഐയിലുള്ളതെല്ലാം ഒരുമിച്ച് കിടക്കുന്നുണ്ട്, സിയിലുള്ളതൊക്കെ ഒരുമിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓട്ടോ അറേഞ്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താണ്? ഓട്ടോ അറേഞ്ച് ഓപ്ഷനിൽ പോയിട്ട് ഐക്കൺസിനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. Okay, this is how we can auto arrange icons on the desktop. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോർട്ടിംഗ് ഐക്കൺസ്. സോർട്ട് ചെയ്യുക. നമുക്ക് എന്താണ്? ആൽഫബറ്റിക് ഓർഡറിൽ ടീച്ചർ പറഞ്ഞു, ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ ഫയലുകളുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ നമ്മൾക്ക് ഐക്കൺസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടു എന്താണ്? ഐക്കൺസിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് സോർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ എന്താണ് ഒരേ പേരുകളുള്ള അല്ലെങ്കിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐക്കൺസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇടണം. ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം കൂടെ ഒരുമിച്ചിടണം. അല്ലെങ്കിൽ ഫയൽ സൈസ് ഒരേപോലെയുള്ളത് നമുക്ക് ഒരുമിച്ചിടണം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സോർട്ട് ചെയ്യണം. ഐക്കൺസ്, ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് നമ്മൾ സോർട്ട് ചെയ്യുക എന്ന് പറയും. സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൗ വി ക്യാൻ സോർട്ട് ദ ഐക്കൺസ്. റൈറ്റ് ക്ലിക്ക് എ ബ്ലാങ്ക് ഏരിയ ഓൺ ദ ഡെസ്ക്ടോപ്പ്, സെലക്ട് ദ സോർട്ട് ബൈ ഓപ്ഷൻ, click the name option from the sub menu. The icons will be arranged in the alphabetic order. Alphabetic order വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇൻക്രീസിംഗ് സൈസിലുള്ള ഓർഡറിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ ബ്ലാങ്ക് സ്പേസിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ കൊടുത്തിട്ട് സോർട്ട് ബൈ കാണുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ വ്യൂവിലാണ് പോയത്. സോർട്ട് ബൈയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സോർട്ട് ബൈയിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? നെയിം വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഒരേ സിമിലർ ആയിട്ടുള്ള നെയിം എല്ലാം കൂടെ, നെയിമിലുള്ള ഐക്കൺസ് എല്ലാം കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള ഫയലുകൾ എല്ലാം കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് മോഡിഫൈഡ്, ചില ഫയൽസ് നമ്മളിപ്പോ ഇന്നിപ്പോ എടുത്തിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ അത് മോഡിഫൈ ചെയ്യും. അപ്പം ഒരു ദിവസം ഒരു ഡേറ്റിൽ നമ്മൾ മോഡിഫൈ ചെയ്ത ഫയലുകളെല്ലാം കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യണം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയുള്ളത് നമ്മൾ ഒരുമിച്ചിടുക. ഓക്കെ, സോ റൈറ്റ് ബട്ടൺ കൊടുക്കുക, വ്യൂ ഓപ്ഷൻ സോർട്ട് ബൈ ഓപ്ഷനിൽ പോയിട്ട് നെയിം വഴി സോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ സൈസ് വഴി സോർട്ട് ചെയ്യണോ, ഐറ്റം ടൈപ്പ് വഴി സോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഡേറ്റ് മോഡിഫൈഡ് വഴി സോർട്ട് ചെയ്യണോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം എന്താണ്, നമ്മൾ ഡെസ്ക്ടോപ്പ് ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിനെ മനോഹരമാക്കാം അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഓട്ടോ അറേഞ്ച് ചെയ്തു. ഓക്കെ, എല്ലാ ഐക്കൺസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനെ സോർട്ട് ചെയ്യാണ്.
ഇപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യാം. അതായത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫയൽസ് എല്ലാം കൂടെ ഒരുമിച്ചിടാം അല്ലെ. അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു ഒരേ സൈസ് ഉള്ള ഫയൽസ് എല്ലാം കൂടെ ഒരുമിച്ചിടാം. അല്ലെങ്കിൽ ഒരേ ഡേറ്റിൽ മോഡിഫൈ ചെയ്ത ഫയലുകളെല്ലാം കൂടെ ഒരുമിച്ചിടാം. അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും. സോ ഓട്ടോ അറേഞ്ച് കണ്ടു, സോർട്ടിങ് കണ്ടു. രണ്ടിനും എന്താ ചെയ്യേണ്ടത്? ബ്ലാങ്ക് സ്പേസിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോ അറേഞ്ചിൽ നമ്മൾ വ്യൂ എന്നുള്ള ഓപ്ഷൻ പോവുക, വ്യൂ ഓട്ടോ അറേഞ്ച് ഐക്കൺ. സോർട്ട് ബൈ ആണെന്നുണ്ടെങ്കിലോ സോർട്ട് ബൈ നെയിം, സൈസ്, ഐറ്റം ടൈപ്പ്, ഡേറ്റ്, മോഡിഫൈഡ്, അങ്ങനത്തെ ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം. ക്ലിയർ? സോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ടീച്ചർ ഈ ക്ലാസ്സിന്റെ നോട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. സിസ്റ്റം വീട്ടിലുള്ളവര് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വീണ്ടും മനസ്സിലാവുകയുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞതിനേക്കാളും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ പറ്റും. അപ്പൊ സിസ്റ്റം ഉള്ളവർ, ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഉള്ളവരൊക്കെ ചെയ്ത് നോക്കുക, അല്ലാത്തവര് ടെക്സ്റ്റ് നോക്കുക, നോട്ടുകൾ എഴുതിയെടുക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തേക്കാം നോട്ട്. അത് നോക്കി നിങ്ങളുടെ നോട്ട് ഫിനിഷ് ചെയ്യാം. ക്ലിയർ? യെസ്, ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിന്ദിയുടെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ? ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ചോദിച്ചതാന്ന് തോന്നുന്നു. ഹിന്ദിയുടെ നോട്ട്സുകൾ ടെക്സ്റ്റിന്റെ എക്സസൈസ് ചാപ്റ്റർ 1 ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഇന്ന് തന്നെ അതും ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഓക്കെ, then thank you. See you in the next class. Bye bye.